എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബൈബിളിൽ യേശു ഒരു കുടുംബത്തിന്റെ രക്ഷ പ്രഖ്യാപിച്ച കാര്യം നമുക്കറിയാം. അത് വഴിയരികിൽ വെച്ച് ആ വീട്ടിൽ ഒരാളെ കണ്ടുമുട്ടിയിടത്താണ് ആരംഭിക്കുന്നത്. ഈശോ നടന്നുപോയ വഴിയിൽ യേശുവിനെ കാണാനായിട്ട് അയാൾ മരക്കൊമ്പിൽ കയറിയിരുന്നു. ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്ന കർത്താവ് കാണാൻ ഒരാൾ ആഗ്രഹിച്ചു എന്ന് കണ്ടപ്പോൾ അയാളെ വിളിച്ച് താഴെ ഇറങ്ങി. അവിടെ അവസാനിക്കുന്നില്ല, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കും. അങ്ങനെ സക്കേബൂസ് യേശുവിനെ അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. അവിടെ വെച്ച് അയാൾ വിനയാന്വിതനായി ആർദ്ര ഹൃദയത്തോടെ പറയുന്നു, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തെങ്കിൽ 4 ഇരട്ടിയായിട്ട് വിട്ടുകൊടുക്കും. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഈ ഭവനത്തിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കും. അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ടത്, വഴിയരികിൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സക്കേബൂസ് ആ ക്രിസ്തുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നതാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്. നമ്മൾ വഴിയരികിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ദേവാലയങ്ങളിൽ, ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. പക്ഷെ ഈ ക്രിസ്തുവിനെ നമ്മൾ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. തീർച്ചയായും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഒരു മനുഷ്യൻ സക്കേബൂസ് തന്റെ ജീവിതം എന്ത് വില കൊടുത്തും ക്രിസ്തുവിന് സമർപ്പിച്ചതാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള ക്രിസ്തുവിന്റെ വഴി വീട്ടിൽ ഒരാളുടെ ജീവിതം. ആ ജീവിതത്തിന്റെ വാതിലുകൾ തുറന്നാണ് ക്രിസ്തു അയാളിലൂടെ അയാളുടെ ഭവനത്തിലേക്ക് സഞ്ചരിക്കും. അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല കാര്യം. വീട്ടിലുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ, ക്രിസ്തുവിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കാൻ ഒരു ജീവിതത്തിന്റെ വാതായനം നിങ്ങൾക്കുണ്ടാകും. ആ തുറന്ന വാതിലൂടെ ക്രിസ്തു അകത്തോട്ട് പ്രവേശിക്കും. അപ്പോ കുടുംബം രക്ഷപ്രാപിക്കാൻ വീട്ടിലൊരാൾ എന്ത് വില കൊടുക്കും ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാവുക. ആ ഒരാൾ ഞാൻ തന്നെയാണെന്ന് വിചാരിക്കും. നന്ദി.